മാലതി, എന്താ മാലതി? എന്തിനു വന്നു എന്ന്? അനുജത്തി, ഇത് നിന്റെ ചേച്ചിയാണ്. ഞാൻ ആരുടെ അനിയത്തിയല്ല. എന്നെ അനിയത്തി എന്ന് വിളിക്കും വേണ്ട. എന്താ നിനക്ക് മാറ്റം? അറിഞ്ഞുകൂടെ? ചേച്ചി നിനക്ക് എന്ത് തെറ്റ് ചെയ്തു? തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മാലതി, നീ ഇന്നും ഒരു കൊച്ചുകുട്ടിയാണല്ലോ. ശരിയാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ ഇത്രയും കാലം എടുത്തതും അതുകൊണ്ടാണ്. ഏത് മനസ്സിലാക്കാൻ? ഒന്ന് തുറന്നു പറയൂ മാലതി. മനസ്സാ വാചാ കർമ്മണ നിന്റെ നന്മ മാത്രമേ ചേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ. നന്മ എന്റെ നാവ് കൊണ്ടത് പറയിപ്പിക്കരുത്. പറയണം, ചേച്ചി കേൾക്കട്ടെ. എനിക്ക് ലജ്ജ തോന്നുന്നു. ലജ്ജിക്കണ്ട, പറയൂ. മാനമില്ലാത്തൊരു വേശ്യയാണ് എന്റെ ചേച്ചി. മാലതി, മാലതി, അച്ഛനെ കൂടെ വിഷം കൊടുത്ത് കൊന്നിട്ട് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നല്ലോ. തറവാട്ടിനും മറ്റുള്ളവർക്കും പേരുദോഷമുണ്ടാക്കാൻ പറഞ്ഞ പിശാച് ഇനിമേൽ ഈ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഞാനുണ്ട്. മാലതി, ഞാൻ നിന്റെ ചേച്ചിയാണ്. നീ എന്റെ മുഖത്ത് നോക്കി. ചേച്ചി, എന്റെ ചേച്ചി, അവർ മരിച്ചുപോയി. ഇനിയുള്ളതൊരു വേശ്യയാണ്. എനിക്ക് ഈ മോൻ കാണണ്ട. ഇറങ്ങിപ്പോയി വിടുന്നത്. ഞാൻ മിസ് വിമലയെ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ജീവിതത്തിൽ ഒരേ ഒരു തെറ്റിന് മാത്രമേ ഞാൻ ക്ഷമാപണം ചെയ്തിട്ടുള്ളൂ. അത് മിസ് വിമലയെ വേദനിപ്പിച്ചതിനാണ്. ദയവായി എൻ്റെ ക്ഷമാപണം സ്വീകരിക്കും. വിമലയ്ക്ക് ഒരു പ്രേമബന്ധമുള്ളതായി ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നോട് ക്ഷമിക്കും മിസ് വിമല, എന്നോട് ക്ഷമിക്കും. ഞാൻ കുറച്ചു നാളത്തേക്ക് അവധിയിൽ പോവുകയാണ്. അവധി കഴിഞ്ഞാലും ഞാൻ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞതൊക്കെ വാസ്തവമാണോ മോളെ? അതെ സാർ. അച്ഛൻ എന്ത് പറയുന്നു? ഇനി ഇവിടെ കഴിയണോ? അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുപോകും മോളെ. ഞാൻ കാണുന്നുണ്ട് അച്ഛാ. അവൾ ഇത്ര പാവിയായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോളെ. ഞാൻ ജീവിച്ചിരിക്കണോ? ഇനി കഴിഞ്ഞിട്ടൊന്നും ഫലമില്ല. നേരത്തെ അച്ഛൻ നന്നായി. ദൈവം നമ്മെ രക്ഷിച്ചു. അച്ഛാ, നമുക്ക് നഗരത്തിൽ പോകാം മോളെ. ഔദ്യോഗികമായ കാര്യങ്ങൾക്കല്ല ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അല്പം സംസാരിക്കാം. അപരിചിതരായ നമുക്ക് തമ്മിൽ വ്യക്തിപരമായ കാര്യം എന്താണുള്ളത്? ഞാൻ തുറന്നു തന്നെ പറയാം. നിങ്ങൾക്ക് വിമലയെക്കുറിച്ച് ചില സംശയങ്ങളില്ലേ? വെറും സംശയങ്ങളല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരെക്കുറിച്ച് കേട്ടതെല്ലാം വെറും അപവാദങ്ങളാണ്. അല്പമെങ്കിലും തീയില്ലാതെ പുകയുണ്ടാവും. അപവാദത്തിന്റെ പുകപ്പരപ്പിലൂടെ നോക്കുമ്പോൾ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓഹോ, പ്രതി തന്നെ ഇപ്പൊ വിധിന്യായം വായിക്കുകയാണ്. ഞാൻ കുറ്റക്കാരനാണ്. അതെവിടെ വെച്ച് സമ്മതിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അവർ മാലാഖയായിരിക്കാം, പക്ഷെ എനിക്കല്ല, നിങ്ങൾക്ക്. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്.
കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതയുമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ വിമല കുറ്റക്കാരിയാണോ അല്ലയോ എന്ന്. സ്നേഹിത, ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ എന്റേതായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. അവൾ ഇന്ന് മറ്റൊരാളുടേതാകുന്നത് ഞാൻ എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും? അവർ മറ്റാരുടേതുമായിട്ടില്ല. ഇന്നും അവർ നിങ്ങളുടേത് മാത്രമാണ്. ഇത് അവർ തന്നെ പറഞ്ഞതാണ്. പിന്നെ എങ്ങനെ കുഴപ്പങ്ങളുണ്ടായി? കാരണം ഞാൻ പറയാം. ആദ്യം കണ്ട അന്ന് തന്നെ എനിക്ക് അവരോട് ചില പ്രത്യേകതകൾ തോന്നി. അത് ഞാൻ അറിയാതെ തന്നെ വളർന്നു. ഒടുവിൽ ഞാൻ അവരെ എന്റെ ജീവിതത്തിന്റെ പങ്കാളിയാവാൻ ക്ഷണിച്ചു. അവരത് നിരസിച്ചു. ഇതാണ് ഉണ്ടായത്. ഞാൻ എന്റെ അഭിമാനത്തെ ചൊല്ലി സത്യം ചെയ്യുന്നു, ഇതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കും. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, സംശയത്തിന്റെ പേരിൽ അവരുടെ നേർക്കെറിയുന്ന ഓരോ കല്ലിനെ ചൊല്ലിയും പശ്ചാത്തപിച്ച് കരയേണ്ട ഒരു സമയം വരും. ശരി, ഞാൻ വരട്ടെ. താങ്ക് യു. എന്താ അമ്മാവന് ഇവിടെ കൊണ്ടിങ്ങി പോകുന്നത്? അങ്ങനെയൊക്കെ വേണ്ടി വന്നു. കേട്ടോ മോനെ, ഇവര് രണ്ട് മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പും പോലെയാണ്. പിന്നെ അവളുടെ സ്വഭാവം ഈ ഇടയായിട്ട് ഇത്തിരി മാറിയ മട്ടായിട്ടാ കാണുന്നത്. ആരുടെ? ചേച്ചിയുടെയോ? ആ. മാലതി, എന്താ ഇങ്ങോട്ട് വന്ന്. എന്താ ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? 2 ആഴ്ച കഴിഞ്ഞവരുള്ളൂന്നല്ലേ എന്നോട് പറഞ്ഞത്? എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ. കാരണം? പലതും കാണും. ഞാൻ കൂടി അറിയട്ടെ നിന്റെ ചേച്ചിയെ വെറുത്തിട്ട് ഇത്ര വേഗം വരാൻ കാരണം എന്താണെന്ന്. ചേച്ചിയുടെ കാര്യമൊന്നും അറിയണ്ട മോനെ. അമ്മാവൻ പറയണ്ട, മാലതി പറയട്ടെ. എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് പോന്നു. കുടുംബത്തെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ സ്ത്രീയാണത്. ആ സ്ത്രീ ആരാണെന്ന് നിനക്കറിയാം? നീ എന്നിവിടെ സൗഭാഗ്യത്തോടെ കഴിയാൻ കാരണക്കാരിയായ സ്ത്രീയെ ധിക്കരിച്ചും പഴിവറന്ന് ശവിച്ചു പോന്നിരിക്കുകയാണല്ലേ? നിനക്കൊരു ഭർത്താവ് ഉണ്ടായപ്പോൾ, പ്രസവം കഴിഞ്ഞ് നിന്റെ ആരോഗ്യം വേണ്ടി കിട്ടിയപ്പോൾ അവർ നിനക്ക് നിഷിദ്ധയായിപ്പോയി അല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കും, അമ്മയില്ലാത്ത നിന്നെയും ഗോപിയെയും രോഗിയായ അച്ഛനെയും സംരക്ഷിക്കാൻ തന്റെ എല്ലാം മറന്ന് ജീവിച്ച ഒരു സാക്ഷിയാണവർ. അവരുടെ മുഖത്ത് ക്രൂരമായി നീ ഒന്ന് നോക്കിയാൽ നിന്റെ കണ്ണ് പൊട്ടിപ്പോ. ഓർമ്മിച്ചു അമ്മാവ, അങ്ങൊരു അച്ഛനാണ്. ആ ചേച്ചി എനിക്കറിയാം. അവർ അങ്ങേക്ക് കിട്ടേണ്ട മകളല്ല. അവർ സീതയെപ്പോലെ പരിശുദ്ധയും സുഭദ്രയെ പോലെ ധീരയുമാണ്. അഥവാ മറിച്ചായാൽ പോലും ഒരു അച്ഛനായ അങ്ങ് അവരെ നിന്ദിക്കരുത്. കാരണം അച്ഛനും അനുജനും അനുജത്തിക്കും വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യപുത്രിയാണവർ. കഷായവും കണ്ണീരുമായി ആ വീട്ടിൽ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ അവർ ഐശ്വര്യത്തിന്റെ മണിവിളക്കാണ്. ആ വിളക്കണച്ചാൽ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ശാന്തി ലഭിക്കില്ല. അത് തീർച്ച. ചേച്ചിയുടെ പാദത്തിൽ തൊട്ട് മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ മതി. സംശയിക്കണ്ട, പോകൂ. മൃഗത്തിനല്ല, മനുഷ്യനാണ് നന്ദി വേണ്ടത്. അമ്മേ, അമ്മേ, എന്താ പോലെ? ഞാൻ ജയിച്ചു. അമ്മയുടെ മകന് ജയിച്ചിരിക്കും. നീ പോയി ആ വിമയെ ഒന്ന് അറിയിക്കൂ. അവൾ എന്റെ ഇത് കേട്ട് സന്തോഷപ്പെടുന്നു. ശരിയാണ്, എപ്പോ വരാമോ? വിമലെ, നിൽക്കണം അവിടെ. ഗോപി, ചേട്ടൻ ജയിച്ചു. ഞാനൊരു ഡോക്ടറായി. ഇതാ നോക്കൂ. എന്റെ ചേച്ചി വേശ്യാക്കി ദ്രോഹി. ഇറങ്ങണ പുറത്ത്. ഇറങ്ങാനാണ് പറഞ്ഞത്. നീ തറവാട് നശിപ്പിച്ച പിശാചാണ്. ഞങ്ങളുടെ അഭിമാനത്തെ പിച്ച് ചീന്തിയ രാക്ഷസനാണ്. പൊയ്ക്കോ ഇവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. പോകാനാണ് പറഞ്ഞത്. ചേച്ചി പോകാത്ത. ചേച്ചി ഇടപെടരുത്. നീ എന്താണ് ട്രൈ ചെയ്തത്? ഇറങ്ങിപ്പോയി ഇവിടുന്ന്. നിനക്ക് ഈ വീട്ടിൽ കാര്യമില്ല. നീ എന്റെ ചരിത്രം രക്ഷിക്കണ്ട. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. ഇറങ്ങിപ്പോ. എന്ത് ചെയ്യാൻ? എന്റെ ചേച്ചിയായി പോയില്ലേ? ഇനി ചേച്ചി സുഖമായി ജീവിച്ചുകൊള്ളൂ. ഗോപി, ഗോപി.
ഞാൻ റിസർച്ച് പാസ്സായി. ആ വിവരം വിമലയെ അറിയിക്കാനാണ് വന്നത്. എന്റെ വിമലെ, അകത്ത് വരൂ. എന്താണ് ഈ രാത്രിയിൽ ഇത്രയും ആഹ്ലാദനിർഭരയായിട്ട്? ഞാൻ ഇത്രയും കാലം മറ്റുള്ളവരുടെ ആഹ്ലാദത്തിനും ആനന്ദത്തിനും വേണ്ടി ജീവിച്ചു. ഇനി എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരൂ ചേട്ടാ, സമയമില്ല, വേഗം. പാതിരാത്രി കഴിഞ്ഞു. ഹേമന്ത നിലാവുള്ള രാത്രി, തണുത്ത കാറ്റും ചെമ്പകപ്പൂവിന്റെ സ്വർഗീയ സൗരഭ്യം. പ്രകൃതി നമുക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വരൂ ചേട്ടാ, എന്റെ വീട്ടിൽ വരൂ. വരൂ. വാതിൽ തുറക്കൂ ചേട്ടാ. വിമലെ, 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 എന്റെ വിമലെ. വിമലെ, എന്റെ വിമലെ. മരണം കൊണ്ട് നീ വിജയിച്ചു എന്ന് കരുതണ്ട. മരിച്ചത് നീയല്ല, ഞാനാണ് വിമലയെ മരിച്ചത്.